നമ്മൾ മാറ്റിക്കും. ഞങ്ങൾ മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അത്ര പോരെ? ആ മതി. ഇതിൽ തന്നെ നമുക്ക് അച്ചാർ ഇടുന്നു ചേട്ടാ. ആ കരിഞ്ഞിരി ഞാൻ തന്നെ ഇടാം. എണ്ണ കരിഞ്ഞിരി ഞാൻ തന്നെ ഇടാം. അപ്പോൾ ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് മീനായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. സാധാരണ എനിക്കാണ് മീനെ മിക്കവരും മറ്റേ കുടുതാന്നല്ലേ ഇവിടെ പറയുന്നത്, കുടുത വെച്ചിട്ടാണ് അച്ചാറിടുക. ഇവര് പറഞ്ഞു ഇവര് നെയ്മീൻ വെച്ചിട്ട് ഈ സൈഡിൽ നെയ്മീൻ വെച്ചിട്ടാണ് ഇട്ടില്ലല്ലേ. പക്ഷെ ഞങ്ങൾക്ക് നെയ്മീനാണ് ഇഷ്ടം. നെയ്മീൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നോക്കാലോ. ഉടഞ്ഞു പോകേണ്ട കിടക്കും. ഞങ്ങളുടെ സൈഡിലൊക്കെ നെയ്മീൻ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാ. ഇതൊന്നും ഒരിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. നല്ലൊരു മണം. അത് അച്ചാറിടുമ്പോ അച്ചാറിൽ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മള് ഭക്ഷണത്തിന് കൊടുക്കുമ്പോഴേ കരിമീനൊക്കെ വറക്കുമ്പോഴേ അത് ഞങ്ങൾ കുറേ ഇട്ടാലും നമുക്ക് കുറേ സമയം എടുക്കും. അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലേ. പക്ഷെ ഇത് നമ്മുടെ അമ്മയുടെ വിളവിലാണെന്നില്ലേ സൂപ്പറാ. ആലോചിച്ചില്ലേ സാറില്ല വെച്ചില്ലേ. ഇതാ ഇവിടെ നോക്കിക്കേ ചെറിയ പറലുണ്ടല്ലോ, പറല് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾറെഡി ഞാൻ അതും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് മീൻ വറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സഹായത്തിന് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. മുള്ളേപ്പാടി കടിച്ച് തിന്നാറ് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയാണ്. ഇത് ചെമ്മീൻ അച്ചാറിടാനായിട്ട് ഒരു ഇടത്തരം ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മൊരിച്ചിട്ട് വറുത്തിട്ടിടും. കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി. ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടാൽ മതി മുളക് പൊടിയിൽ. പിന്നെ കുറേ മുളക് പൊടി ഇട്ടുണ്ടെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ പെട്ടെന്ന് കരിയുമല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ മീൻ വറുക്കൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാട്ടോ ബീഫ് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ പത്തി ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്റൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീഫ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ബീഫ് ഒന്ന് പിന്നെ ഇവിടുത്തെ നാടൻ ബീഫിന് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന ബീഫിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ. പക്ഷേ ഇതിന് വേവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അവിടുത്തെ ബീഫ് നമുക്ക് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കുക്കറിൽ അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
മസാലയിൽ ഇട്ടിട്ട് മൂടി വെച്ചാലും ബീഫ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇവിടുത്തെ ബീഫ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണമല്ലോ. ഞാൻ ഒരുപാട് വാങ്ങിച്ചില്ല, 1/2 കിലോ ബീഫാണ് വാങ്ങിച്ചിരുന്നത്. പിന്നെ നാട്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ബീഫ് കിട്ടുമല്ലോ. ഈ കുക്കറിൻ്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ചെറിയൊരു കുക്കറുണ്ടായി, അതിനകത്ത് ഞാൻ ചോറ് വെച്ചേക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പിന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ബീഫ് ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കാം. ഞാൻ വലിയ വെപ്പൊന്നും വെക്കണമെന്നില്ല, വെറുതെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വെറുതെ നമ്മൾ ഉരട്ടിയിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കണത്. പിന്നെ പച്ചമുളക്. അപ്പോൾ ഈ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ വറുത്തത് എന്തായി നോക്കട്ടെ. അവിടെ ആ ചേച്ചി മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മറിച്ചിടുന്നുണ്ട്. മീന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വറുത്തുഞ്ഞി ഒരു ട്രിപ്പൊടി മറക്കാനാണ്. നമ്മുടെ ഇരുമ്പുളിയെ ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ദിവസമായി ഇട്ടിട്ട്. പക്ഷേ ഇരുമ്പുളിയെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കില്ല. ഇപ്പോൾ 2 ദിവസമല്ല, ഇത് ഇപ്പോൾ ഞങ്ങൾ ഇട്ടിട്ട് ഒരു 3-4 ദിവസമായിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും അങ്ങനെ നല്ലൊരു ഉണക്കായിരിക്കും. കാരണം മീൻ ഇവിടെ ഇരുന്നിട്ട് റെഡിയാവട്ടെ. താറാവുകൾ വന്നിട്ടുണ്ട് കേട്ടോ. താറാവ് ഇപ്പം ഇവിടെ തന്നെയാണ് താമസം. അവിടെ കുറച്ച് ചവറുകൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചവറുകളൊക്കെ ഇവിടെ ഇടലാണ് പതിവ്. കാരണം അതിനൊരു കുടിയൊക്കെ കുത്തണം. ഏത് സാധനം അത് ആയുർവേദ അതല്ല, അത് കളയേണ്ട ആവശ്യമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ ബീഫ് ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോണ്ടിട്ടാ മതിയല്ലോ. പിന്നെ ഒരു ട്രിപ്പ് കൂടി ഇട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് കല്ലാണ് കേട്ടാ. നമ്മളെ കളണ്ടല്ലോ. ചെമ്മീനെല്ലാം കൂട്ടിയിട്ടുണ്ട്. മസാല കൂട്ടിയിട്ടുണ്ട്. എല്ലാം എനിക്ക് ആവശ്യമില്ല ചേച്ചി. ഇടാൻ പറ്റുകയാണെങ്കിൽ മോനെ കേട്ടോ. അതിനകത്ത് ഇടാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ മോനെ കേട്ടോ. കേട്ടോ എനിക്ക് ആവശ്യമില്ല. ചെമ്മീൻ ചെറുതാക്കില്ല, അത് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ചെറുതാവില്ല. നമുക്ക് 2 ട്രിപ്പിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഇരുന്നിട്ട് മുരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഞാൻ മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വറുത്ത് കഴിയാറായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതും ഒന്ന് വറക്കണം. അത് കഴിഞ്ഞിട്ടാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട്. അച്ചാറിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിക്ക് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണം. പിന്നെ കായും ഒന്ന് വറുത്ത് പൊടിക്കണം. കായും ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കട്ടയിൽ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ അച്ചാറിട്ടിട്ട് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ബീഫ് വേവിച്ച് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ ചെമ്മീനൊക്കെയും വേവിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അച്ചാറിട്ടിട്ട് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. ചേച്ചി അവിടെ പോകില്ലേ അമ്മയുടെ അടുത്തേക്ക്? ഞാൻ നോക്കിക്കോ. അപ്പോൾ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി സത്യം കൊണ്ട് നാട്ടിൽ വന്നിട്ട് ശരിക്കും നല്ല തിരക്കാണ്.
അവിടെ നല്ല തിരക്കാണ്. സാധാരണ നാട്ടിൽ വരുമ്പോൾ എനിക്കിങ്ങനെ തിരക്കുണ്ടാവാറില്ല കേട്ടോ. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് നമ്മൾ പുതിയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ വേണമല്ലോ ഓടാൻ വേണ്ടിയിട്ട്. സഹായത്തിന് ആളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അടുക്കളയിൽ നമ്മുടേതായ പണികളുണ്ടാവും. അപ്പോൾ പിന്നെ ചൂട് പറയണ്ട, നല്ല ചൂടാട്ടോ ഇവിടെ. ശരിക്കും പണ്ടൊക്കെ ഡിസംബർ ജനുവരി മാസത്തിലേക്ക് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ചൂടാണ്. പക്ഷെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. നേരം വെളുക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ വെയിൽ ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് വേർക്കുക മാത്രമേ നിർത്തിയുള്ളൂ, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങക്കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മാങ്ങക്കറി കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ അച്ചാറിലേക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കായവും ഉലുവയും ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. കായം ഉണ്ടല്ലോ, കായം ഞാൻ കട്ടയായിട്ടാണ് വാങ്ങിച്ചിരുന്നത്. അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പം മീൻ വറുക്കുന്നത് ഞാനവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റൗ ഒരു ഇതുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു, അതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനാണ് എല്ലാവരും ചെയ്തു കൊടുക്കുന്നത്. ചേച്ചി മീൻ വറുത്തിട്ട് പിന്നെ അവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീൻ വറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോറ് വെച്ചിട്ട് പാത്രം കുറച്ച് വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് മീൻ വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അടപ്പം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കമത്തിയിട്ട് ഇങ്ങനെ വറുക്കില്ലേ, അതേപോലെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മീൻ നന്നായിട്ട് പൊരിക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ചേച്ചി ആ മറ്റു മീൻ എടുത്താ, ചെമ്മീൻ ഇട്ടാ ഇട്ടാ ഇപ്പൊ ചോറിനുണ്ടാ? ചെമ്മീൻ വറുത്തെടുത്തിട്ട് മതി. അടുപ്പത്ത് കായ വറുത്തോട്ടാ. ഈ ഇതിലുള്ള കായ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നല്ല സാമ്പാറിനാണ് ഉണ്ടാക്കാം. ഞാൻ ചേച്ചി വാങ്ങിച്ചത് ഞാൻ എടുക്കും, മറ്റേത് ഞാൻ കുറച്ചെടുത്തു. മോള് മേടിച്ചിട്ടായിരുന്നോ? ഞാൻ ഇന്ന് കാലത്ത് മീൻ വാങ്ങാൻ വേണ്ടി പോയി. ഓ ചേച്ചി ചോർക്ക് കുറച്ച് വേണ്ടല്ലോ. ചെമ്മീൻ നോക്കൂ, ഞാൻ ഓടി പൊട്ടി ചെറുക്ക മേടിച്ചിട്ട് തരാം. ഇപ്പൊ ഇട്ടിട്ടുള്ളോ? പോയി വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ നമ്മുടെ മീൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയും. ടേസ്റ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്തായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്താ പറയണേ, പറലാണോ വെള്ളത്തിനോ? പറലാന്ന് തോന്നുന്നു. പറല് കഴിച്ചോട്ടെ. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ആട്ടിച്ച വെളിച്ചെണ്ണ, അമ്മ ഇവിടെ ആട്ടിച്ച വെളിച്ചെണ്ണ. നമ്മളെ നാടൻ വെളിച്ചെണ്ണയിൽ ഇട്ട് വറുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും ടേസ്റ്റും, എൻ്റെ ടേസ്റ്റ് പിന്നെ പറയേണ്ടത് നല്ല രസമുണ്ട്. പിന്നെന്താ, നാട്ടിൽ വന്നിട്ട് എപ്പോഴും തിരക്കാം. അതിനകത്ത് പറഞ്ഞത് സമയം പോകണമെന്ന് അറിയണ്ടേ, ഒന്നും സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നേരെ നല്ല വൈകുന്നേരമൊക്കെ ആവും. അപ്പോൾ ഇനി ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഓർഡർ എടുത്തണുള്ളൂ. കാരണം ഇവിടെ വേറെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ വറുത്തിട്ടുണ്ട്, പിന്നെ ഇന്നത്തെ മാങ്ങാക്കറി ഇരിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൻ്റെ അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഒരു കുഞ്ഞൊരു പാൻറ്റ് വെച്ചിട്ട് ഞാൻ ഓർത്തുന്നത്. പിന്നെ ഞാൻ നോക്കി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഭയങ്കര വലിയ പാത്രങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി എന്തായാലും ഞാൻ ആ ചാറിനെ റെഡിയാക്കി വെച്ചത് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒന്ന് കുരുകുരുന്ന് അരിഞ്ഞിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് ഉടച്ചിരുന്നു. ബാക്കിയുള്ളത് വൈകുന്നേരം ഞാൻ ഉടക്കാം. കറിവേപ്പില
കാരണം സമയം ഇപ്പോൾ 1 മണിയായി. കാലത്ത് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ പോയി. ഇപ്പോൾ വലിയ ഉപ്പിട്ടില്ല. അവിടെ ഇല്ല മറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നേരത്തെ ഇട്ടത് മല്ലിപ്പൊടിയായിരുന്നു കേട്ടോ. വലിയ സാധാരണ നമ്മൾ വളർത്തണ പോലെ കുറച്ച് മുളക് പൊടിയിടാം. ബീഫൊന്നും അതിന് അരക്കിലല്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഇല്ല. എനിക്കാണത് മുഴുവനിടാൻ തോന്നുന്നു. മുഴുവനിടാം. ഇത് ഞാൻ കുക്കറിലേക്ക് ഇടാട്ടെ, കാരണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് സത്യം കൊണ്ടൊന്നും വയ്ക്കേണ്ട ഇഷ്ടമില്ല. അപ്പോൾ ഇനി ഇത് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി റെഡി ആയിട്ട് വരട്ടെ. അത് ചെമ്മീൻ റെഡിയായാ? റെഡിയായാ? ചെമ്മീൻ വേണം, എനിക്ക് വെള്ളം വേണ്ടിയിട്ട് പാടുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. അച്ചാറിലേക്കുള്ള ഉലുവ ദേ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. ഇനി അടുത്തത് നമ്മുടെ കായം വറുക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ ഒന്നിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ, കാരണം എല്ലാവരും ഞങ്ങൾ മീനൊക്കെ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരും കുറച്ച് കൂടുതലും രണ്ടും ഞാൻ പൊടിച്ച് വെക്കുന്നുണ്ട്. നമുക്കത് റെഡിയാക്കുന്ന സമയത്ത് അതനുസരിച്ചിട്ട് ചേർക്കാം. മീനെടുത്താ? അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഒരു ട്രിപ്പ് വറുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടി വറുക്കാനുള്ളൂ കേട്ടോ. ചെമ്മീൻ പിന്നെ വറുത്ത് വന്നു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. വെള്ളം കളഞ്ഞിട്ട് തുണീനെ കൊണ്ടുവന്ന് വെച്ചോ. ഞങ്ങളോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ അതിനെ സെപ്പറേറ്റ് ആയിട്ട് മീന് അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫസ്റ്റ് കടുക് പൊട്ടിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ സ്പൂൺ മതി. ഇതാ കടുക് പൊട്ടിക്കൊണ്ടിരിക്കട്ടെ. ഫസ്റ്റ് നമ്മൾ നെയ്മീനാട്ടോ അറക്കിയാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഞാൻ 2 അറക്കിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 4 ഇതൊരു 5 കിലോ ഉണ്ടാവും. 5-6 കിലോൻ്റെ അടുത്തുണ്ടാവും.
കാരണം ഒരിറക്കി അവർ പറഞ്ഞത് എനിക്ക് 2.5 കിലോ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2.5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാലോ എന്തോ വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അച്ചാറിൽ ഇപ്പോൾ ഇച്ചിരി കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചാറിന് അത് ടേസ്റ്റ് കൂടെ ചെയ്യുള്ളൂ. പിന്നെ ഉലുവയും കായൊക്കെ ചേർക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ വെളുത്തുള്ളിയും ഇട്ടത് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പൊട്ടി കഴിഞ്ഞ് കൈ പ്രശ്നം ഇട്ടോ ചേച്ചി പൊട്ടി കൈമേക്ക് ഇട്ടോ ഇട്ടോ മതി 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 ചേച്ചി തീ കുറച്ച് വെച്ചോ ഈ കഴിയും ഏറ്റവും ചേച്ചി കയ്യിൽ നോക്കിക്കൊണ്ടല്ലേ അത് മതി ഏറ്റവും കുറച്ച് വെച്ചോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇട്ടു. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും ചേർക്കും. വീട്ടിൻ്റെ പറയും വീട്ടിൻ്റെ ടേസ്റ്റ് ഇതിലിട്ട് വന്നാലും ഇതൊക്കെ കൊണ്ട് പൊരിയും. നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. വേപ്പിലേക്ക് ഇവിടെ ക്ഷാമമില്ലല്ലോ നമ്മുടെ. അതിന് നമ്മൾ അച്ചാറിടുമ്പോൾ എന്ത് സാധനത്തിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിൽ ഇടുക. ആർക്ക് കിടക്കാൻ? എനിക്കാ? എൻ്റെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കിടക്കണില്ലേ, അവിടേക്ക് അടിച്ച് വൃത്തിയാക്കണം. എനിക്ക് കിടക്കൊന്നുമില്ല, ഓരോ പണിയുണ്ടല്ലോ. അതുപോലെ നല്ല ചൂടെടുക്കുന്നുണ്ടല്ലേ ചേച്ചി? നല്ല ചൂടുണ്ട്. ഞങ്ങളിവിടെ പുറത്തിരുന്നിട്ട് ചെയ്യണം, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാലും ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഫുള്ള് ജനല, എല്ലായിടത്തും ഫുള്ള് ജനലൊക്കെ തുറന്നിട്ടുണ്ട്. എന്നാലും നല്ല ചൂടാണ്. ചൂട് എനിക്ക് മാത്രമല്ല ചേച്ചിക്ക് ചൂടുണ്ടല്ലേ? നല്ല ചൂടാണ് ശരിക്കും. നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ചൂടുണ്ടാവാറില്ല ശരിക്കും. ഡിസംബർ ജനുവരിയിലേക്ക് ഒരു ചെറിയ തണുപ്പുണ്ടാവാറുണ്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക്. ഇപ്പോഴേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ചൂടാണ്. കിട്ടോ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഇനി നമ്മളിതാ മഞ്ഞൾപ്പൊടി ഇടാണ്. മഞ്ഞൾപ്പൊടി ചൂണ്ടിട്ടോ കേടുവരില്ല. അതിലേക്ക് കഴിഞ്ഞിട്ടാണ് ചേച്ചി. ഞങ്ങൾ തീ ഏറ്റവും കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് എല്ലാം ഇട്ട കഴിക്കാനാണ് കഴിക്കും. മുളക് നല്ല എരിവുണ്ടാവുന്നോളൂ അല്ലേ? ഇവിടെ ഇപ്പൊ പുതിയത് പൊടിപ്പിച്ചോണ്ടെന്ന് മുളക് നല്ല എരിവുണ്ടാവോ? കുറച്ചിട്ടാ മതി. പിന്നെ നമ്മള് മീനിലിട്ടിട്ടുണ്ടല്ലോ. മീനിൽ എരിവൊന്നുമില്ലേ? മീനിൽ ഉപ്പ് പൊടിച്ചു. എനിക്ക് വിനീഗർ ഒഴിക്കണ്ടേ? കല്ലുപ്പ് വാങ്ങായിരുന്നു. ചൊറുക്ക നന്നായിട്ട് ഒഴിച്ചോ. മീനിൽ നല്ല ചൊറുക്ക് വേണം. ഒഴിച്ചോ മതി. പുളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. മീൻ ശരിക്കും നല്ല ചൊറുക്ക് വേണം. അപ്പം ഇത്രയും മീനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചൊറുക്ക് ഒഴിച്ചു. പിന്നെ നമ്മൾ എന്താ ഉപ്പിടാട്ടാ. മീനിൽ ഉപ്പുണ്ട് കേട്ടോ ചേച്ചി. ചൊറുക്ക ഞങ്ങളപ്പോൾ അതാ ഇങ്ങനെ ഒരു കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം മീൻ കുറേ ഉണ്ടല്ലോ. ശരിക്കും മീനിന് നല്ല ചൊറുക്ക് വേണം. അപ്പോൾ ആ മീൻ ഇരിക്കും തോറും നല്ല കട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചൊറുക്കയില്ലാന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചൊറുക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉലുവ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത് നോക്കിയിട്ടോട്ടെ ചൂണ്ടിട്ടോ. നമ്മൾ ഉലുവ ഇട്ടു. പിന്നെ കായോട്ട് ഇടുന്നത്. കായോട്ടോ കുറച്ചുകൊണ്ട് ഇട്ടോ. ഓക്കെ മതി. ചേച്ചി അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. നമുക്ക്
ടേസ്റ്റ് നോക്കാൻ നിനക്ക് വേണോ ഞാൻ നോക്കണം. ചേച്ചി നോക്കിയോ കായത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഉണ്ട് കായത്തിൻ്റെ രുചിയുണ്ട്. കളക്ഷൻ മതി. ഓഫ് ചെയ്ത് അപ്പൊ നമ്മള് എല്ലാം ഇട്ടത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം നമുക്ക് തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മീനിടാം. മീൻ പതുക്കെ ഒന്ന് ചൂടാക്കി മീനിടാം. ഞാൻ നല്ല പൊളിക്കുവോ? നല്ല പൊക്കിയുടെ നല്ല പൊടിയുണ്ട്. മീനിന് പിടിക്കല്ലേ നമുക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ മീനച്ചാർ. നീരുന്ന് മസാല ആക്കി ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ മീൻ്റെ കഷ്ണത്തിനേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. മീൻ വറുത്തിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ മീൻ വറുത്തിട്ട് എടുക്കുമ്പോൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കും. മീൻ നന്നായിട്ട് മൊരിയണോട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറുള്ളൂ. മീൻ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പിടിക്കില്ല. മീനായിരുന്നാലും ബീഫായിരുന്നാലും എപ്പോഴും നിങ്ങൾ അച്ചാറിടുമ്പോൾ അങ്ങനെ ചെയ്യണോട്ടെ. അടുത്തത് ചെമ്മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകാം. ചേച്ചി ഒരു വാടല വെട്ടിയിട്ട് നമുക്കൊന്ന് മൂടിയാൽ നമ്മൾ ചെമ്മീൻ ഇവിടെ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പാറുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അടുപ്പൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പോൾസറിനെ മറ്റേ തിരുമലിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. കുറ്റി നമ്മൾ നോട്ടെ. ഒക്കെ ഒന്നും ഒഴിക്കണ്ട ചേച്ചി. മതി കുറച്ച് മീനുണ്ട്. മതി 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 കുറച്ചല്ലേ ഉള്ളൂ ചെമ്മീൻ. ചെമ്മീൻ പിന്നെ അധികം വലിച്ചെടുക്കില്ലേ? ഇല വെട്ടണം. ഇതപ്പോൾ എന്ത് പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കഴിഞ്ഞാൽ അവിടെ അമ്മയുടെ അടുത്ത് പാത്രം മീൻ അച്ചാറിടാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് എണ്ണ കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് കുറച്ചും കൂടി എണ്ണ ഒന്ന് ഒഴിക്കാമെന്ന് വെച്ചു. എണ്ണ ഉണ്ടെന്ന് വെച്ചാൽ അച്ചാറ് പെട്ടെന്ന് കേടുവരും. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരും. അത് നമ്മളിപ്പോൾ എടുക്കില്ലല്ലോ. നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ആകും. ഒഴിച്ചാൽ മതി. നമ്മൾ കുറച്ച് എണ്ണയും കൂടി സെപ്പറേറ്റ് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചിട്ട്. കാരണം അച്ചാറിൽ ഇപ്പോൾ എണ്ണ ഒന്ന് പൊന്തി ഇങ്ങനെ മുങ്ങി വെക്കണം. അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേട് വരുമല്ലോ. കടുക് അതെല്ലാം കേട്ടോ. കൈമേക്ക് തരത്തില്ല കേട്ടോ. കരിയാനുള്ള ചാൻസ് ഉണ്ട് ചേച്ചി. തീയോ ഇത് ഓഫ് ചെയ്തു. കുറച്ചിട്ടോ ഇഞ്ചി ഇട്ടോ ചേച്ചി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മറ്റേ അച്ചാറിട്ട പോലെ തന്നെ സെയിം തന്നെ. പിന്നെ പച്ചമുളക് അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അളവ് നോക്കണ്ട കേട്ടോ. അത് കുറച്ച് കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. മുളക് പൊടി അതും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടുമോ? നല്ലൊരു ഉണ്ടാകും. അതെ. ഈ മുളക് ഞാൻ എടുത്തു നോക്കിയില്ല, കഴിച്ചു നോക്കിയില്ല. ചില മുളകിന് ഭയങ്കര എരിവാ. ആ കായും ചെമ്മീൻ കുറച്ച് മതി ചേച്ചി. അത് മതി.
ഇത് കുറച്ചുകൂടി ഇട്ടോ എന്താ ഉപ്പ് ഇടണോ ഞാനിട്ട് ചൊറുക്ക നമ്മൾ ചൊറുക്ക ഒഴിക്കാം ചെമ്മീന് പക്ഷേ നമ്മുടെ മീനിൻ്റെ അത്രയ്ക്ക് നമുക്ക് ചൊറുക്ക ആവശ്യമില്ല. അല്ലെങ്കിൽ ചെമ്മീൻ അച്ചാർ പിന്നെ അധികം ഉണ്ടാവില്ല, അതിൽ പെട്ടെന്ന് തീരും. നല്ല വേപ്പിൻ്റെ മുരിയണം, നല്ല നല്ല കറുമുറുന്ന അത് കറിയിൽ കിടക്കും. എന്നാലും നമ്മൾ സെപ്പറേറ്റ് മുരിക്കേണ്ട വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച വഴിക്കുന്ന തീ ഓഫ് ചെയ്യണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യും. റെഡി ആയിട്ടില്ല ചേച്ചി, തീ ഓഫ് ചെയ്യാല്ലേ? ഓഫ് ചെയ്യും. ഓഫ് ചെയ്യും. ആ ഇതാ ചെമ്മീൻ നമ്മൾ അച്ചാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ കിട്ടുന്ന ചെമ്മീന് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന ചെമ്മീന് ഇത്രയ്ക്ക് നമ്മുടെ ഇവിടുത്തെ നാടൻ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അവിടെ തന്നെ മിക്കപ്പോഴും ഫാമിലൊക്കെ കിട്ടും, മറ്റേതും കിട്ടും, അത് പക്ഷേ എനിക്ക് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ആഹാ, ഇത് കഴിച്ച് നോക്കുക വേണം. അതെ, അത് 2 ദിവസം ഇരിക്കണം. ഇപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പുളി കൂടുതൽ കൊണ്ട് തോന്നും. നമ്മുടെ ചെമ്മീൻ അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചാർ കാണാൻ തോന്നുന്നുണ്ടല്ലേ ചേച്ചി? സൂപ്പറാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ചാർ ഇട്ടിട്ട് കൊണ്ടുപോകും, സഹായിക്കാം. ചെമ്മീൻ കഴിച്ചോട്ടെ. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ്റെ ടേസ്റ്റ് കൊണ്ട് പറയാൻ ആവശ്യമില്ലല്ലോ. എങ്ങനെ കഴിച്ചാലും ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടോ? നല്ല രസമുണ്ട്. അതേപോലെ നമ്മുടെ മീനച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനച്ചാറ് മാറ്റി വയ്ക്കണം. അത് ഞങ്ങൾ മറ്റേ ഇത് അലുമിനിയല്ലേ, അലുമിനിയത്തിൻ്റെ ഉള്ളിയാവും. പുളിയുള്ള സാധനങ്ങൾ സമയത്ത് അലുമിനിയത്തിൽ വെക്കുക കേട്ടോ, ഭയങ്കര വിഷമാണ്. ഞാൻ മാറ്റി വെക്കണം. ചേച്ചി അമ്മയുടെ അടുത്ത് വേറെ പത്രം അമ്മേടെ അടുത്ത് അമ്മ കിടക്കാം. ഞാൻ പിന്നെ മാറ്റി വെച്ചോളാം. ഉള്ളി വിളിച്ചോ, ഞാൻ ഈ ഉള്ളിയൊക്കെ തറവാട്ടിലുണ്ട് ഇവിടെ, എൻ്റെ അടുത്തൊക്കെ പറഞ്ഞൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അച്ചാറിടല് കഴിക്കുക. ഇതൊക്കെ പോസട്ടെ പ്രാവും കുളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കെന്താന്ന് തോന്നുന്നു.